10ാം ക്ലാസ് ജോഗ്രഫിയുടെ ഒന്നാമത്തെ പാഠത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത് നമ്മുടെ കാലികവാദങ്ങളാണ്. കാലികവാദങ്ങളിൽ 2 തരത്തിലുള്ള കാലികവാദങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. ദൈനംദിനം ആവർത്തിക്കുന്ന കാലികവാദങ്ങൾ, അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വ്യത്യസ്ത കാലങ്ങളിൽ ദിശ മാറുന്ന, അതായത് ദൈനംദിനമല്ലാതെ ചില വ്യത്യസ്ത കാലങ്ങളിൽ ദിശ മാറുന്ന, ഉദാഹരണത്തിന് വേനൽക്കാലത്ത് ഒരു ദിശയിൽ വീശുന്നു, ശൈത്യകാലമാകുമ്പോൾ മറ്റൊരു ദിശയിൽ വീശുന്നു. അങ്ങനെയുള്ള കാലത്തിനനുസരിച്ചിട്ട് ദിശ മാറുന്ന കാലികവാദങ്ങളുണ്ട്. ആ കാലികവാദങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മൺസൂൺ കാറ്റുകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. മൺസൂൺ കാറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ട് 2 മൺസൂൺ കാറ്റുകളാണുള്ളത്. ഒന്ന് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ, അതുപോലെ തന്നെ മറ്റൊന്ന് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. ഈ 2 കാറ്റുകളാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തായാലും മൺസൂണിനെ പറ്റിയിട്ട് ഒരു ബേസിക് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, മൗസിം എന്ന് പറയുന്ന ഒരു അറബി വാക്കിൽ നിന്നാണ്, അറബി ഭാഷയിലെ മൗസിം എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് മൺസൂൺ എന്ന് പറയുന്ന വാക്ക് തന്നെ ഉണ്ടായിട്ടുള്ളത്. കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ എന്നാണ് ഈ മൗസിം അല്ലെങ്കിൽ മൺസൂൺ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. കാലത്തിനൊത്ത് ദിശ മാറുക, അതായത് ഒരു കാലത്ത്, അതായത് ഒരു സീസൺ അല്ലേ, ഒരു കാലം, ഒരു വേനൽക്കാലത്ത് ഒരു ദിശയിൽ വീശുന്നു, ശൈത്യകാലത്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വിപരീത ദിശയിൽ വീശുന്നു. അപ്പോൾ ഇത്തരത്തിൽ കാലത്തിനൊത്ത് ദിശ വിപരീതമാകുന്ന അല്ലെങ്കിൽ ദിശ മാറുന്ന കാറ്റ് എന്ന അർത്ഥമാണ് മൺസൂൺ കാറ്റുകൾക്കുള്ളത്. ഇതിൽ തന്നെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാറ്റാണ്. കാര്യം നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മഴക്കാലം എന്ന് പറയുന്നത് ശരിക്ക് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റാണ്. ഓക്കെ, കേരളത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. കാര്യം വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റ് ഇന്ത്യയുടെ ഒരു പ്രധാന മഴക്കാലമുള്ള കാറ്റൊന്നുമല്ല, അല്ലെങ്കിൽ ആ കാലമൊന്നുമല്ല. പക്ഷേ എങ്കിലും ഈ വടക്ക് കിഴക്കൻ മൺസൂൺ സമയത്ത് കേരളത്തിലും മഴ കിട്ടുന്നുണ്ട്. കേരളത്തിൽ 2 തവണകളിലും മഴ ലഭിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാറ്റുകളാണ്. അപ്പോൾ ഇതെന്താണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഓരോ ലൈൻ ബൈ ലൈൻ വായിച്ച് ഡിസ്കസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മൺസൂൺ കാറ്റുകൾ, കാറ്റിൻ്റെ കാലികമായ ദിശാവ്യതിയാനമാണ് മൺസൂൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കാലികമായ ദിശാവ്യതിയാനം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു കാലത്ത് ഒരു ദിശയിൽ വീശുന്നു, ആ കാലം കഴിഞ്ഞ് വേറൊരു കാലം വരുമ്പോൾ വേറൊരു ദിശയിൽ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ദിശയിൽ വീശുന്നു. അപ്പോൾ ഇതാണ്, അപ്പോൾ കാലികവാദങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടൈപ്പാണ് മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. ഉഷ്ണകാലത്ത് ദക്ഷിണേഷ്യൻ വൻകര, പ്രത്യേകിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡം വൻതോതിൽ ചൂടുപിടിക്കുന്നതിനാൽ ശക്തമായ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. താരതമ്യേന ഉയർന്ന മർദ്ദമുള്ള ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും മർദ്ദം കുറഞ്ഞ വൻകര ഭാഗത്തേക്ക് കാറ്റ് വീശുന്നു. കോറിയോലിസ് പ്രഭാവത്താൽ തെക്കു പടിഞ്ഞാറ് നിന്നും വീശുന്ന ഈ കാറ്റുകൾ കരയിൽ പ്രവേശിക്കുന്നതോടെ പലയിടങ്ങളിലും വ്യാപകമായി മഴ ലഭിക്കുന്നു. ഇതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് താഴെ വിശദീകരിച്ച് തരാം. അതായത് ഇത് നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭാഗം ഞാൻ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഈ 3 ഭാഗങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് പടിഞ്ഞാറ് അറബിക്കടലാണുള്ളത് അല്ലേ, ഇവിടെ ബംഗാൾ ഉൾക്കടലാണുള്ളത്, ബംഗാൾ ഉൾക്കടൽ. ഇനി താഴ്ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രമാണുള്ളത്, ഇന്ത്യൻ മഹാസമുദ്രം. ഓക്കെ, ഇങ്ങനെ 3 ഭാഗവും വെള്ളത്താൽ അല്ലെങ്കിൽ കടൽ, ഇന്ത്യൻ മഹാസമുദ്രമാണ് മെയിനായിട്ടുള്ളത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് അറബിക്കടലും ബംഗാൾ ഉൾക്കടലും. എന്തായാലും 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഇതാണ് നമ്മളുടെ ഒരു ഔട്ട്ലൈനായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നും കൂടെ ഒന്ന് വിശദാക്കി തരാം. ഉഷ്ണകാലം, അതായത് വേനൽക്കാലത്ത് ഇന്ത്യയിൽ എപ്പോഴാണ് വേനൽ ആരംഭിക്കുക? ഇന്ത്യയിൽ വേനൽ ആരംഭിക്കുന്നത് മാർച്ച് മാസത്തോട് കൂടിയിട്ടാണ്. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ഇതൊക്കെ ഇന്ത്യയുടെ വേനൽക്കാലമാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അത്ഭുതം ഉണ്ടായിരിക്കും, ജൂൺ എന്ന് പറയുമ്പോൾ മഴക്കാലമല്ലേ എന്നുള്ളത്. ശരിക്ക് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ജൂൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച്, നമ്മളെയൊക്കെ സംബന്ധിച്ച് അത് വേനൽക്കാലമാണ്, നമ്മുടെ വേനൽക്കാലമാണ്, ഉഷ്ണകാലമാണ് ശരിക്കും നമ്മുടെ ഈ ജൂൺ എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമുക്കവിടെ മഴ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ മഴക്കാലം എന്നും കൂടി പറയുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ വേനൽ
ഏപ്രിലിലാണ് നമ്മുടെ മഴക്കാലം വരുന്നത്. അപ്പം മഴക്കാലം എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാലവും ശരിക്കും വേനലും ശൈത്യവും ഉഷ്ണകാലവും ശൈത്യകാലവുമേ നമുക്കുള്ളൂ. പക്ഷേ ഈ ഉഷ്ണകാലത്താണ് നമുക്ക് പ്രധാനമായിട്ടും മഴ ലഭിക്കുന്നത്. ആ മഴയ്ക്ക് കാരണമാകുന്നത് ഈ മൺസൂൺ കാറ്റുള്ളത് കൊണ്ടാണ്. ഈ മൺസൂൺ കാറ്റ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ശരിക്കും ഇത് വേനൽ തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ വേനൽക്കാലത്ത് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഉഷ്ണകാലത്ത് ഇന്ത്യയുടെ ഏഷ്യൻ വൻകര, ഇന്ത്യ ഉൾപ്പെടുന്ന ഭാഗങ്ങളിൽ, അതിൽ പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലുമൊക്കെ ന്യൂനമർദ്ദ രൂപം കൊള്ളുന്നു. അപ്പോൾ ന്യൂനമർദ്ദം എവിടെയാണ്? നമ്മുടെ ഉത്തരേന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ കരഭാഗത്ത് അല്ലെങ്കിൽ നമുക്ക് ഏഷ്യൻ വൻകരയുടെ ഭാഗം, നമ്മൾ ഇന്ത്യയുടെ കാര്യം പറയുന്നതുകൊണ്ട് നമുക്ക് ഇന്ത്യയുടെ എടുക്കാം. അപ്പം ഇന്ത്യ ഉത്തരാർദ്ധഗോളത്തിലാണ് നിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ജൂൺ സമയത്തൊക്കെയാണ് മാർച്ച് ടു ജൂണിലൊക്കെയാണ് നമ്മുടെ വേനൽക്കാലം വരുന്നത്. അപ്പോൾ വേനൽക്കാലത്ത് ഇന്ത്യയുടെ വേനൽക്കാലം അല്ലെങ്കിൽ ഉഷ്ണകാലത്ത് ഇന്ത്യയുടെ കരഭാഗത്ത് ന്യൂനമർദ്ദ രൂപം കൊള്ളുന്നു. നമുക്കറിയാം, ചൂട് കൂടുതലാണെങ്കിൽ അവിടെ എന്ത് കുറവായിരിക്കും? മർദ്ദം കുറവായിരിക്കും. അപ്പോൾ നമുക്ക് വേനൽക്കാലമാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ കരഭാഗത്ത് എന്ത് മർദ്ദം രൂപം കൊണ്ടു? ന്യൂനമർദ്ദം രൂപം കൊണ്ടു. ഈ സമയം ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗത്ത് താരതമ്യേന ഉച്ചമർദ്ദമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മുകളിൽ താരതമ്യേന എന്ത് മർദ്ദമാണുള്ളത്? ഉച്ചമർദ്ദമാണ് ഉള്ളത്. നമുക്കറിയാം, എവിടുന്ന് എവിടേക്കാണ് കാറ്റുകൾ വീശാറുള്ളത്? ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് കാറ്റ് വീശാറുള്ളത്. അപ്പോൾ ഇപ്പോൾ ഉഷ്ണകാലമാണ്, വേനൽക്കാലമാണ്. ഇന്ത്യയുടെ കരഭാഗങ്ങളിൽ, ഇന്ത്യ ഉൾപ്പെടുന്ന ഏഷ്യയുടെ വൻകര ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ കരഭാഗങ്ങളിൽ ന്യൂനമർദ്ദ രൂപം കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗത്ത് ഇപ്പോൾ താരതമ്യേന ഉച്ചമർദ്ദമാണുള്ളത്. അപ്പോൾ ഉച്ചമർദ്ദ മേഖലയായിട്ടുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നും ന്യൂനമർദ്ദ മേഖലയായിട്ടുള്ള ഇന്ത്യയുടെ കരഭാഗങ്ങളിലേക്ക് കാറ്റുകൾ വീശാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാറ്റുകൾ ഇങ്ങനെ വീശാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ വരക്കാം, കാറ്റുകൾ ഇങ്ങനെ വീശുകയാണ്. ഈ കാറ്റുകൾ വീശുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിങ്ങനെ തെക്ക് നിന്ന് വടക്കോട്ടേക്ക് എന്ന ദിശയിൽ വീശുകയാണ്. പക്ഷേ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് കാറ്റിൻ്റെ ദിശയെ സ്വാധീനിക്കുന്ന ഒരു ഘടകം. ആ ഘടകത്തിനെ നമ്മൾ വിളിച്ചിരുന്ന പേരെന്തായിരുന്നു? കോറിയോലിസ് ബലം എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. കോറിയോലിസ് ബലത്തിൻ്റെ പ്രത്യേകത എന്താണ്? കോറിയോലിസ് ബലം കാറ്റുകളുടെയൊക്കെ ദിശയെ വ്യതിയാനം സംഭവിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അതായത് ഉത്തരാർദ്ധഗോളത്തിൽ ഏതൊരു സ്വതന്ത്രമായി ചലിക്കുന്ന ഏതൊരു വസ്തുവിനെയും, അത് കാറ്റായാലും വേണ്ടില്ല, ഏതൊരു സ്വതന്ത്ര വസ്തു ആയാലും വേണ്ടില്ല, അതിൻ്റെ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടേക്ക് ദിശാവ്യതിയാനം സംഭവിപ്പിക്കുന്നു. ദക്ഷിണാർദ്ധഗോളത്തിൽ അതിൻ്റെ ഇടത്തോട്ടേക്ക് ദിശാവ്യതിയാനം സംഭവിപ്പിക്കുന്നു. ഇതിനെയാണ് നമ്മൾ കോറിയോലിസ് ബലം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മുകളിൽ നിന്നും വീശിക്കൊണ്ടിരുന്ന ഇന്ത്യയുടെ കരഭാഗം, ന്യൂനമർദ്ദമുള്ള ഇന്ത്യയുടെ കരഭാഗം ലക്ഷ്യമാക്കിയിട്ട് തെക്ക് നിന്ന് വടക്കോട്ടേക്ക് എന്ന ദിശയിൽ വീശിയിരുന്ന ഈ കാറ്റുകൾ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട, ഈ കാറ്റുകൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള വടക്ക് കിഴക്കൻ വാണിജ്യവാദവും തെക്ക് കിഴക്കൻ വാണിജ്യവാദവും പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതിലെ തെക്ക് കിഴക്കൻ വാണിജ്യവാദമാണ് ശരിക്ക് യഥാർത്ഥത്തിൽ ഇതിപ്പോൾ നിങ്ങളത് ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കുകയൊന്നും വേണ്ട. എന്തായാലും ഈ കാറ്റുകൾ അങ്ങനെ കൂടുതൽ ചിന്തിച്ച് പോവേണ്ട കാര്യം, അത് പറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ടാവും. ഇപ്പം ബേസിക്കലി നിങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മുകളിൽ നിന്ന് ഉച്ചമർദ്ദ മേഖലയായിട്ടുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മുകളിൽ നിന്ന് ഇന്ത്യയുടെ കരഭാഗത്തേക്ക്, ന്യൂനമർദ്ദ മേഖലയായിട്ടുള്ള ഇന്ത്യയുടെ കരഭാഗത്തേക്ക് കാറ്റുകൾ വീശുകയാണ്. പക്ഷേ ഈ കാറ്റുകൾ കോറിയോലിസ് ബലം കാരണം അതിൻ്റെ ദിശ മാറിപ്പോകുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ദിശ അത് വലത്തോട്ടേക്ക് ദിശാവ്യതിയാനം സംഭവിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ വീശിയിരുന്ന കാറ്റുകൾ, ഇപ്പം ഞാൻ വരച്ച ആരോ മാർക്കിട്ട കാറ്റുകൾ ദിശാവ്യതിയാനം സംഭവിച്ചിട്ട് അത് വലതുവശത്തോട്ടേക്ക് തിരിഞ്ഞ് അതിങ്ങനെ നമ്മുടെ കരയിലേക്ക് പ്രവേശിക്കുകയാണ്. വലത്തോട്ടേക്ക് തിരിഞ്ഞിട്ട് അത് കരയിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ വലത്തോട്ടേക്ക് തിരിഞ്ഞപ്പം അതിൻ്റെ ദിശ മാറി. അതിൻ്റെ ദിശ എന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ദിശ തെക്കു പടിഞ്ഞാറനായി മാറി. തെക്കു പടിഞ്ഞാറ് ദിശയായിട്ട് മാറി. തെക്കു പടിഞ്ഞാറ്, ഇതിപ്പോൾ ഇങ്ങനെ തെക്ക് നിന്ന് വടക്കോട്ടേക്ക് വീശിയിരുന്നാണെങ്കിൽ ഇപ്പോൾ അത് ഇങ്ങനെ തിരിഞ്ഞു പോകാൻ തുടങ്ങി. തിരിഞ്ഞു പോയപ്പോൾ അത് എന്താവാൻ തുടങ്ങി? അത് പടിഞ്ഞാറ് ദിശയായിട്ട്, തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നായിട്ട് മാറി. അങ്ങനെ തെക്ക് പടിഞ്ഞാറ് ദിശയായിട്ട് ഇത് രൂപാന്തരം പ്രാപിച്ചിട്ട് ഈ കാറ്റുകൾ നേരെ ഇന്ത്യയുടെ കരയിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ കരയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് ആദ്യം എത്തുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഭാഗത്തേക്കാണ്. ജൂൺ ആകുമ്പോഴത്തേക്ക് ഇത് കേരളത്തിൻ്റെ ഭാഗത്തേക്ക് എത്തും. ഇത് കടലിൽ നിന്ന് വരുന്ന കാറ്റായതുകൊണ്ട് തന്നെ പരമാവധി വെള്ളത്തെ ആഗിരണം ചെയ്തിട്ടായിരിക്കും വരിക. അങ്ങനെ ഇത് കരയിൽ തൊടുമ്പോഴേക്കും
അത് നമ്മുടെ വേനലിലാണ്. പക്ഷേ അത് ന്യൂനമർദ്ദ മേഖല ആയതുകൊണ്ടാണ് അത് വേനലായതുകൊണ്ടാണ് അത് ന്യൂനമർദ്ദ മേഖലയായിട്ട് നിൽക്കുന്നത്. ഈ വേനലിലേക്ക് നമ്മുടെ കടലിൽ നിന്ന് എത്തുന്ന ഈ കാറ്റുകൾ ആദ്യമായിട്ട് കേരളത്തിൻ്റെ ഭാഗത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട്, അതുകൊണ്ട് തന്നെ അത് മഴ പെയ്യിക്കുന്നു. അങ്ങനെ ജൂൺ ആകുമ്പോൾ കേരളത്തിൽ മഴ പെയ്യിച്ചു. പിന്നീട് അതിനുശേഷം അത് കേരളത്തിൽ മാത്രമല്ല, പിന്നീട് കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഇവിടങ്ങളിലൊക്കെ മഴ പെയ്യിക്കും. രാജസ്ഥാനിലേക്ക് കടക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ ആരവല്ലി പർവ്വതനിര കാരണം രാജസ്ഥാനിലോട്ട് കടക്കാൻ പറ്റാതെ അതിങ്ങനെ പഞ്ചാബ്, ഹരിയാന സമതലങ്ങളിലേക്കൊക്കെ പോകുന്നു. നമ്മുടെ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗത്തേക്കൊക്കെ പോകുന്നു. അവിടങ്ങളിലൊക്കെ മഴ പെയ്യിക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്തുണ്ടാക്കിയിട്ടുണ്ട്? മഴ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട മഴക്കാലം കൂടിയാണ് ഏതെന്ന് പറയുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. അപ്പോൾ ഓർത്തിരിക്കേണ്ട പോയിൻ്റ് എന്തൊക്കെയാണ്? ഇന്ത്യയിൽ ഉഷ്ണകാലമായിരിക്കുമ്പോൾ, അതായത് ഇന്ത്യയിൽ വേനൽക്കാലമായിരിക്കുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗത്ത് ഉച്ചമർദ്ദവും ഇന്ത്യയുടെ കരഭാഗത്ത് ന്യൂനമർദ്ദവും രൂപം കൊള്ളുന്നു. അപ്പോൾ ഉച്ചമർദ്ദ മേഖലയായിട്ടുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ന്യൂനമർദ്ദ മേഖലയായിട്ടുള്ള ഇന്ത്യയുടെ കരഭാഗത്തേക്ക് കടലിൽ നിന്ന് കരയിലേക്ക് കാറ്റുകൾ വീശാൻ തുടങ്ങുന്നു. ഇങ്ങനെ കാറ്റുകൾ വീശിയിരുന്നത് അത് കോറിയോലിസ് ഫലം കാരണം അതിൻ്റെ ദിശ വലത്തോട്ടേക്ക് ദിശാവ്യതിയാനം സംഭവിച്ച് അതിൻ്റെ ദിശ തെക്കു പടിഞ്ഞാറനായി മാറുന്നു. ഉത്തരാർദ്ധഗോളത്തിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ വലത്തോട്ടേക്ക് ദിശാവ്യതിയാനം സംഭവിച്ചിട്ട് അതിൻ്റെ ദിശ എന്തായി മാറി? തെക്കു പടിഞ്ഞാറനായി മാറി. അങ്ങനെ ഇത് ജൂൺ ആവുമ്പോഴത്തേക്ക് എവിടേക്ക് പ്രവേശിക്കുന്നു? കേരളത്തിൻ്റെ കരയിലേക്ക് പ്രവേശിക്കുന്നു. കേരളത്തിൽ ആദ്യം മൺസൂൺ എത്തുന്നത് കേരളത്തിലായിരിക്കും. അങ്ങനെ കേരളത്തിൽ മഴ പെയ്യിക്കുന്നു. പിന്നീട് നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിക്കുന്നു. അതായത് കേരളം കഴിഞ്ഞ് കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇത് മഴ പെയ്യിച്ചു. ഓക്കെ, ശരിക്ക് ഇവിടെ സംഭവിച്ചൊരു കാര്യം നിങ്ങൾക്ക് എക്സ്ട്രാ നോളജിന് വേണ്ടി പറഞ്ഞു തരികയാണ്. ശരിക്കും ഇവിടെ സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോറിയോലിസ് ഫലം ആകർഷിക്കുന്നതിന് മുന്നേ തന്നെ ഇത് 2 ശാഖകളായി പിരിഞ്ഞു പോകുന്നുണ്ട്. കോറിയോലിസ് ഫലം ആകർഷിച്ചതിന് ശേഷം ഇത് ശരിക്കും 2 ശാഖകളായിട്ട് പിരിഞ്ഞു പോകുന്നുണ്ട്. ഒന്ന് അറബിക്കടലിൻ്റെ ഭാഗത്തേക്കാണ് പോയിട്ടുള്ളത്, ഒന്ന് ബംഗാൾ ഉൾക്കടലിൻ്റെ ഭാഗത്തേക്കാണ് പോയിട്ടുള്ളത്. ഇതിൽ അറബിക്കടലിൻ്റെ ഭാഗത്തേക്ക് പോയ അറബിക്കടൽ ശാഖയാണ് കേരളത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്യിച്ചത്. ബംഗാൾ ഉൾക്കടലിൻ്റെ ഭാഗത്തേക്ക് പോയ ശാഖ നേരെ ബംഗാൾ ഉൾക്കടലിൽ നിന്നും വെള്ളത്തെ ആഗിരണം ചെയ്തിട്ട് അത് നേരെ പശ്ചിമ ബംഗാളിൻ്റെ ഭാഗത്തേക്കാണ് കടക്കുന്നത്. അതായത് ഇതിൻ്റെ ഇടയിലുള്ള നമ്മുടെ ഈ തമിഴ്നാട് പോലത്തെ സംസ്ഥാനങ്ങളിലൊന്നും എന്ത് ചെയ്തിട്ടില്ല, മഴ ഈ കാലത്ത് കിട്ടുന്നില്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ മഴയുള്ള ഒരു സമയമാണ് അല്ലേ? ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ വളരെ വരണ്ട് കിടക്കുകയാണ്. തമിഴ്നാട്ടിലൊന്നും മൺസൂൺ എത്തുന്നില്ല. മൺസൂൺ എത്താത്തതിൻ്റെ കാരണം എന്താണ്? ഈ മൺസൂൺ 2 ശാഖകളായിട്ട് പിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് അറബിക്കടലിലേക്കാണ് പോയിട്ടുള്ളത്, മറ്റൊന്ന് ബംഗാൾ ഉൾക്കടലിലോട്ടേക്കാണ് പോയത്. ഈ അറബിക്കടൽ ശാഖയാണ് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മഴ എത്തിച്ചത്. ബംഗാൾ ഉൾക്കടലിൻ്റെ ഭാഗത്തോട്ടേക്ക് പോയ ശാഖ ഒരിക്കലും ഇന്ത്യയിൽ തമിഴ്നാടിൻ്റെ ഭാഗത്തൊന്നിക്കൊന്നല്ല കിടക്കുന്നത്, നേരെ ബംഗാളിൻ്റെ ഭാഗത്തേക്കൊക്കെയാണ് കിടക്കുന്നത്. അങ്ങനെ ആ സംസ്ഥാനങ്ങളിലൊക്കെയാണ് ആ ശാഖ മഴ പെയ്യിക്കുന്നത്. എന്നിട്ട് ഈ 2 ശാഖകളും പഞ്ചാബിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് സംഗമിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ ഒറ്റ ശാഖയായിട്ട് പിന്നീട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത്തരം ഡീറ്റെയിലേക്ക് പോകണ്ട. നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇന്ത്യയിൽ ഉഷ്ണകാലമായിരിക്കുന്ന സമയത്താണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത മൺസൂൺ കാറ്റിനെ മനസ്സിലാക്കാം. ഇത് നമ്മൾ ഉഷ്ണകാലത്താണ് പറഞ്ഞത് അല്ലേ? ഇനി നമുക്ക് വേനൽക്കാലത്തേക്ക് വരാം. വേനൽക്കാലത്താണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമുക്കിനി നേരെ നമ്മുടെ ശൈത്യകാലത്തിലേക്ക് വരാം. ഇന്ത്യയിൽ ശൈത്യകാലം ആരംഭിച്ചു. അതായത് ഏകദേശം നമ്മളൊരു ഒക്ടോബർ, നവംബർ മുതലാണ് സ്റ്റാർട്ട് ചെയ്യാം. ഒക്ടോബർ, നവംബറൊക്കെ ആകുമ്പോൾ നമുക്ക് നവംബർ ഒക്കെ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ശൈത്യകാലം വന്നു. ശൈത്യകാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? അപ്പോൾ കരഭാഗത്തൊക്കെ എന്തായിരിക്കും? തണുപ്പ് കൂടുതലായിരിക്കും. തണുപ്പ് കൂടുതലാകുമ്പോൾ അതായത് താപനില കുറവാണ്, അതായത് മർദ്ദം കൂടുതലായിരിക്കും. അപ്പോൾ ശൈത്യകാലമായപ്പോൾ എന്ത് സംഭവിച്ചു? ഇന്ത്യയുടെ കരഭാഗങ്ങളിൽ ഉച്ചമർദ്ദം രൂപം കൊണ്ടു. ഈ സമയം നമ്മുടെ
ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ നമ്മുടെ ബംഗാൾ ഉൾക്കടലിൻ്റെ ഭാഗത്തും എന്താണുള്ളത്? ഇപ്പോൾ ഉള്ളത് ന്യൂനമർദ്ദമാണ്. ഓക്കെ, ഈ രണ്ട് ഭാഗത്തും ന്യൂനമർദ്ദമാണുള്ളത്. ഓക്കെ, അപ്പം ഇന്ത്യയിൽ ശൈത്യകാലമായപ്പോൾ ഇന്ത്യയുടെ കരഭാഗങ്ങളിൽ ഉച്ചമർദ്ദം രൂപം കൊള്ളുകയും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗത്തും ബംഗാൾ ഉൾക്കടലിൻ്റെ ഭാഗത്തുമൊക്കെ ഇന്ത്യയിൽ ശൈത്യകാലമായിരിക്കുമ്പോൾ ന്യൂനമർദ്ദവും രൂപം കൊള്ളുന്നു. നമുക്കറിയാം കാറ്റ് എവിടുന്ന് എവിടേക്കാണ് വീശുക? ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് വീശുക. ഇപ്പോൾ കാറ്റ് എവിടുന്ന് എവിടേക്കായിരിക്കും വീശുന്നുണ്ടാവുക? ഇന്ത്യയുടെ കരഭാഗങ്ങളിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയായിട്ടുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗത്തേക്കും ബംഗാൾ ഉൾക്കടലിൻ്റെ ഭാഗത്തേക്കുമായിരിക്കും വീശുന്നുണ്ടായിരിക്കുക. അങ്ങനെ ഈ കാറ്റുകൾ വീശാൻ തുടങ്ങി. അങ്ങനെ ഈ കാറ്റുകൾ വീശുമ്പോൾ ഇങ്ങനെയാണ് വീശുന്നത്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് കാറ്റുകൾ ഇങ്ങോട്ടേക്കും വീശുന്നുണ്ട്. ഇവിടെ ന്യൂനമർദ്ദമുണ്ടല്ലോ, അപ്പോൾ ഇങ്ങോട്ടേക്കും വീശുന്നുണ്ട്. ഈ രണ്ട് ദിശകളിലാണ് വീശുന്നത്. അപ്പം ഈ കാറ്റുകൾ നമുക്ക് ഇതിങ്ങനെ വടക്ക് കിഴക്ക് ദിശയിലാണല്ലോ ഇത് പ്രധാനമായിട്ടും വീശിയത്. അതുകൊണ്ട് ഇതിനെ വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് വിളിക്കാം. നേരത്തെ പറഞ്ഞത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണെങ്കിൽ ഇത് എന്താണ്? വടക്ക് കിഴക്കൻ മൺസൂണാണ്. കാര്യം ഇങ്ങനെയാണത് വീശുന്നത്. എന്നിട്ട് ഈ കാറ്റുകൾ ബംഗാൾ ഉൾക്കടലിലേക്ക് പോയ കാറ്റുകൾ, ഈ നേരെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗത്തേക്ക് വീശിയ കാറ്റുകൾ മഴയൊന്നും പെയ്യിക്കുന്നില്ല. പക്ഷേ ബംഗാൾ ഉൾക്കടലിൻ്റെ ഭാഗത്തേക്ക് പോയിട്ട് പിന്നീട് ഈ കാറ്റുകൾ നേരെ ഇങ്ങോട്ടേക്ക് കിടക്കുന്നുണ്ട്, നമ്മുടെ തമിഴ്നാടിൻ്റെ ഭാഗത്തേക്ക് കിടക്കുന്നുണ്ട്. ആ കാറ്റുകൾ തമിഴ്നാട്ടിൽ മഴ പെയ്ക്കും. അപ്പോൾ ഒരു നവംബർ ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കമൊക്കെ ഫീൽ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ വാർത്തകളിൽ വായിക്കാറുണ്ട്. കാര്യം അതെന്താ? തമിഴ്നാട്ടിൽ അപ്പോഴാണ് മഴ പെയ്യുന്നത്. അപ്പോൾ വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ സമയത്താണ് തമിഴ്നാട്ടിൽ മഴ പെയ്യുന്നത്. അതാണ് തമിഴ്നാടിൻ്റെ പ്രധാന മഴക്കാലം കൂടിയാണ് വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത്. അപ്പം ഈ സമയത്ത് കേരളത്തിൻ്റെ ഭാഗത്തും മഴ കിട്ടാറുണ്ട്, കർണാടകയുടെ ചില ഭാഗത്തും കൂടി മഴ ലഭിക്കാറുണ്ട്. അപ്പം നമുക്ക് രണ്ട് തവണയും തെക്കു പടിഞ്ഞാറിൻ്റെ സമയത്തും നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ സമയത്തും വടക്ക് കിഴക്കൻ്റെ മൺസൂണിൻ്റെ സമയത്തും നമുക്ക് മഴ കിട്ടാറുണ്ട്. അപ്പോൾ തമിഴ്നാടിൻ്റെ പ്രധാന മഴക്കാലം എന്ന് പറയുന്നത് തെക്കു പടിഞ്ഞാറല്ല, വടക്ക് കിഴക്കനാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ രണ്ട് കാര്യങ്ങൾ. എന്താണ്? ഒന്ന്, ഉഷ്ണകാലത്ത് കരഭാഗത്ത് ന്യൂനമർദ്ദം, കടലിൽ ഉച്ചമർദ്ദം. അപ്പോൾ കടലിൽ നിന്ന് കരയിലോട്ടേക്ക് കാറ്റ് വീശി, അത് തെക്കു പടിഞ്ഞാറൻ കാറ്റ്. എന്നാൽ നേരെ ഉഷ്ണകാലം മാറി ശൈത്യകാലമായപ്പോഴോ കടലിൽ ന്യൂനമർദ്ദം, കരയിൽ ഉച്ചമർദ്ദം. അപ്പോൾ ഉച്ചമർദ്ദ മേഖലയായിട്ടുള്ള കരയിൽ നിന്ന് തിരിച്ച് കാറ്റുകൾ കടലിന് ലക്ഷ്യമാക്കിയിട്ട് വീശാൻ തുടങ്ങി. ഇത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. അപ്പോൾ കണ്ടോ, രണ്ട് ദിശയിലാണ് ഈ കാറ്റുകൾ വീശിയത്, അല്ലേ? രണ്ട് ദിശകളിൽ നിന്നാണ് ഈ കാറ്റുകൾ വീശിയത്. അത് വേനൽക്കാലത്ത് ഒരു ദിശയിൽ, ശൈത്യകാലത്ത് മറ്റൊരു ദിശയിൽ. അപ്പോൾ കണ്ടോ, കാലത്തിനൊത്ത് ദിശ മാറി ഈ കാറ്റുകൾ. അതുകൊണ്ട് കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകളെ നമ്മൾ കാലികവാദങ്ങൾ എന്ന് വിളിച്ചെങ്കിൽ, കാലത്തിനൊത്ത് ദിശ മാറിയ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിനെയും വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റിനെയും നമുക്ക് കാലികവാദം എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റും. ഇതിൻ്റെ ഞാൻ വരച്ച ചിത്രങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. തെക്കു പടിഞ്ഞാറനായിട്ട് അറബിക്കടലിൻ്റെ ഭാഗത്തുനിന്ന് കയറുന്നു, പിന്നെ ഒന്ന് ബംഗാൾ ഉൾക്കടൽ വഴി പോയിട്ടുണ്ടായിരുന്നത് കരയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ചിത്രമാണ്. പിന്നെ അത് കണ്ടു, വടക്ക് കിഴക്കനായി തിരിച്ചു വരുന്ന മൺസൂണും കണ്ടു. അപ്പോൾ ഇത് ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ഇത് വടക്ക് കിഴക്കൻ മൺസൂൺ. ഇത് ഉഷ്ണകാലത്താണ് സംഭവിക്കുന്നതെങ്കിൽ ഇത് ശൈത്യകാലത്താണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് കഴിഞ്ഞു? നമ്മുടെ ഈ പറയുന്ന മൺസൂൺ എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞു. അതായത് കാലികവാദങ്ങളെല്ലാം തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് പ്രാദേശികവാദങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ പ്രാദേശികവാദങ്ങൾ പറയണം, അത് കഴിഞ്ഞ് അസ്ഥിരവാദങ്ങൾ നമുക്ക് പറയണം. പിന്നെ ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷം നമുക്ക് അസ്ഥിരവാദങ്ങളിൽ 2 ടൈപ്പ് ഉണ്ട്. പിന്നെ നമ്മൾ ആർദ്രത എന്ന് പറയുന്ന ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കും. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം.